ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ ഏതെങ്കിലും ദിക്ക് മലിനപ്പെട്ടു പോയിട്ടുണ്ടോ? മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ ഏത് വ്യക്തിയെ ബാധിക്കുന്നു, അദ്ദേഹത്തിന്റെ ഏത് സൗഭാഗ്യത്തെ ബാധിക്കുന്നു, അതിന് അവിടെ നമുക്ക് എന്ത് റെമഡി ചെയ്യാം? സ്വീകരണ മുറിയിൽ എന്ത് റെമഡി ചെയ്യാം? സിംബോളിക്കായിട്ട് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം? ഫെങ്ഷു പ്രകാരം തൊഴിലിന്റെ ദിക്ക് ഏതാണ്? നോർത്ത് ആണ്. നോർത്ത് ഭാഗത്ത് തൊഴിലിന്റെ ദിക്കാണ്. അപ്പൊ ഈ വീട്ടിന്റെ നോർത്തില് 2 ടോയ്ലറ്റുകൾ വന്നിട്ടുണ്ട്. ഈ വീട്ടിന്റെ നോർത്തില് 2 ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നോർത്ത് ദിക്ക് എന്ത് ചെയ്തു? മലിനപ്പെട്ടു പോയി. നോർത്ത് ദിക്ക് മലിനപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായും അത് എന്തിനെ ബാധിക്കാം? തൊഴിലിനെ ബാധിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അരോന ഫിഷിന്റെ സ്റ്റാച്യു നമുക്ക് നോർത്തിൽ വെക്കുന്നത് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. ഒരു വ്യക്തിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് തൊഴിൽ നഷ്ടമായി എന്ന് നമുക്ക് നോക്കാം. ഒരു വീടിന്റെ പ്ലാനിലൂടെ തന്നെ നോക്കാം. ഇതൊരു പ്ലാനാണ്. കിഴക്ക് ദർശനമായ ഒരു വീട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ട്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ട്, വടക്ക് കിഴക്ക് ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ട്. മൊത്തത്തിൽ 3 ബെഡ്റൂം. ഇതില് 2 ടോയ്ലറ്റും ഉണ്ട്. ഇതിനും നമുക്ക് വേണമെങ്കിൽ ഒരു ടോയ്ലറ്റ് കൊടുക്കാം. ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമിന് നമുക്ക് പടിഞ്ഞാറ് വശത്തൊരു ടോയ്ലറ്റ് കൊടുക്കാം. ഇവിടെ ഒരു ടോയ്ലറ്റ്. അങ്ങനെ 3 ടോയ്ലറ്റ്. അതായത് 3 ബെഡ്റൂമിന് 3 അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ വീട്ടിലോട്ട് കയറി താമസിച്ച് 6 മാസത്തിനകത്ത് വെച്ച് ഈ വീട്ടിലെ ഗൃഹനാഥന്റെ ജോലി പോയി. അപ്പൊ നമ്മളിവിടെ അന്വേഷിക്കുന്നത് വീടിന്റെ വാസ്തുപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടാണോ തൊഴിൽ നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത് നമ്മൾ നോക്കിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓരോ ദിക്കുകളും പരിശോധിക്കുകയാണ്. തെക്കു പടിഞ്ഞാറ് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നു. ഓക്കെ, പടിഞ്ഞാറ് വശത്തൊരു ടോയ്ലറ്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടില്ല. അടുത്ത ടോയ്ലറ്റ് എവിടെ വന്നിരിക്കുന്നു നോക്കും. ഈ വീടിന്റെ ഏതെങ്കിലും ഭാഗം മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്ന് നോക്കും. ഒരു ഭാഗവും മിസ്സിംഗ് ആയിട്ടില്ല. അപ്പോൾ ടോയ്ലറ്റ് വന്നിരിക്കുന്ന ഏതൊക്കെ ഭാഗത്ത്? ഒന്ന് വെസ്റ്റിൽ വന്നിരിക്കുന്നു, ഒന്ന് നോർത്തിൽ വന്നിരിക്കുന്നു. ഫെങ്ഷു പ്രകാരം തൊഴിലിന്റെ ദിക്ക് ഏതാണ്? നോർത്താണ്. നോർത്ത് ഭാഗത്ത് തൊഴിലിന്റെ ദിക്കാണ്. അപ്പൊ ഈ വീട്ടിന്റെ നോർത്തില് 2 ടോയ്ലറ്റുകൾ വന്നിട്ടുണ്ട്. ഈ വീട്ടിന്റെ നോർത്തില് 2 ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നോർത്ത് ദിക്ക് എന്ത് ചെയ്തു? മലിനപ്പെട്ടു പോയി. നോർത്ത് ദിക്ക് മലിനപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായും അത് എന്തിനെ ബാധിക്കാം? തൊഴിലിനെ ബാധിക്കാം. അപ്പോൾ ഇതില് വാസ്തു പ്രശ്നം അല്ലെങ്കിൽ ഫെങ്ഷു പ്രശ്നം കൊണ്ടിട്ട് ഈ വീടിന് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സം വന്നു. അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് സ്ഥാപിച്ചത് കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. ഇനി നമുക്ക് ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വീടിന്റെ വാസ്തുപ്രകാരം എന്തെങ്കിലും കാരണം കൊണ്ടാണോ നമുക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതെന്ന് പോയാൽ നോക്കിയപ്പോൾ നോർത്തിൽ ടോയ്ലറ്റ് വന്നു. നോർത്ത് ഫെങ്ഷു പ്രകാരം തൊഴിലിന്റെ ദിക്കാണ്. ഇപ്പൊ നോർത്ത് ഭാഗത്ത് ടോയ്ലറ്റ് വരുമ്പോൾ അത് തൊഴിലിനെ ബാധിക്കും. അപ്പൊ നോർത്ത് ഭാഗത്ത് 2 ടോയ്ലറ്റ് വന്നത് ഇദ്ദേഹത്തിന്റെ തൊഴിലിനെ ബാധിച്ചു. ഇദ്ദേഹത്തിന് തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ പരിഹരിക്കാം? ഇപ്പൊ ഇത് ടോയ്ലറ്റിന് നമുക്ക് മാറ്റാൻ പറ്റില്ല. 1 അല്ല 2 ടോയ്ലറ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ടോയ്ലറ്റിന് ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം രൂപ ആകും. അതുകൊണ്ട് 2 ടോയ്ലറ്റ് മാറ്റാന്ന് പറഞ്ഞാൽ ഏകദേശം 4 ലക്ഷം രൂപയുടെ കാര്യമായി. അപ്പൊ നമുക്ക് ഇതിന് എന്ത് പരിഹാരം ചെയ്യാം? ഫെങ്ഷു പ്രകാരം നോർത്ത് ദിക്ക് ടോയ്ലറ്റ് വരുമ്പോൾ നമുക്ക് ഈ 2 ടോയ്ലറ്റുകളിലും പ്ലാന്റുകൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രീൻ പെയിന്റ് ഉപയോഗിക്കാം. അങ്ങനെ ഈ നോർത്ത് ടോയ്ലറ്റിന് നമുക്ക് റെമഡി ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വീടിന്റെ പുറത്ത് ഔട്ട് സൈഡില് നമുക്കൊരു മൂവിങ് വാട്ടർ കൊടുക്കാം. വീടിന്റെ വടക്ക് വശം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജലം, ഒരു സിമന്റിന്റെ ഒരു വലിയൊരു ആമ്പൽക്കുളം വാങ്ങിച്ചു വെച്ചിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് അക്യൂറത്തിൽ കൊടുക്കുന്ന മോട്ടർ വെച്ച് വർക്ക് ചെയ്യിക്കാം. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായി വെള്ളം മൂവ് ചെയ്യും. അപ്പൊ വടക്ക് ദിക്ക് തൊഴിലിന്റെ ദിക്കാണ്. അവിടെ ടോയ്ലറ്റ് വന്നപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. അതിന് പരിഹാരമായി വീടിന്റെ വടക്ക് വശത്തിന്റെ എലമെന്റ് ആയ വാട്ടർ എലമെന്റ്, ഇവിടെ ഫെങ്ഷു പ്രകാരത്തെ എലമെന്റ് എന്താണ്? വാട്ടർ ആണ്. അപ്പൊ ഈ വാട്ടർ എലമെന്റിനെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം പറ്റും. നമുക്ക് വീടിന്റെ പുറത്ത് അവിടെ ചെയ്യാൻ പറ്റുന്നത്, നമ്മളിവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് നമുക്ക് ഒരു അക്വേറിയം വെക്കാം. ഈ അക്വേറിയത്തിൽ പ്ലസ് അരോനയും കൂടെ ആണെങ്കിൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കാം. ആ രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു തൊഴിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം എന്താണ്, ആ തൊഴിലിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ അതിന്റെ ഒരു പ്ലാൻ കണ്ടുപിടിച്ച് പ്രശ്നവും പരിഹാരവുമായി. ഇനി നമുക്ക് ഫെങ്ഷു പ്രകാരം അവിടെ എന്ത് ടൂൾ ഉപയോഗിക്കാം? അപ്പൊ നോർത്ത് ദിക്കാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അരോന ഫിഷിന്റെ സ്റ്റാച്യു നമുക്ക് നോർത്തിൽ വെക്കുന്നത് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നോർത്തിന്റെ തൊഴിൽ ഇത് അരോന വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വീടിന് പുറത്ത് വടക്ക് വശത്ത് ഒരു 6 റോഡ് വിൻചയം ഉപയോഗിക്കാം. അപ്പം നമുക്ക് സ്വാഭാവികമായും ഒരു ചോദ്യം ഉന്നയിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വടക്ക് പടിഞ്ഞാറല്ലേ വിൻചയം ഇടുന്നത്, പിന്നെ എന്തുകൊണ്ട് വടക്കിൽ വിൻചയം ഇടുന്നു എന്നൊരു ചോദ്യം വേണം ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വടക്ക് ദിക്കിന്റെ എലമെന്റ് എന്താണ്? വാട്ടർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെള്ളം മൂവിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ വാട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ഏതാണ്? മെറ്റൽ എലമെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ആ ദിക്കിലെ എലമെന്റോ അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടിങ് എലമെന്റോ ഉപയോഗിക്കാം. അപ്പോൾ നോർത്തിന്റെ സപ്പോർട്ടിങ് എലമെന്റ് അല്ലെങ്കിൽ മദർ എലമെന്റ് ഏതാണ്? മെറ്റൽ എനർജിയാണ്. അപ്പോൾ ഒരു മെറ്റൽ വിൻചയം നോർത്ത് ഭാഗത്ത് ഹാങ് ചെയ്യുന്നതും നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ്. പിന്നെ അതാത് സ്ഥലങ്ങളുടെ ആനോ സ്റ്റാറും ഫ്ലൈങ് സ്റ്റാറും കൂടെ ഒന്ന് കൺസിഡറേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് നമുക്ക് 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നമുക്ക് 4 ദിക്കുകളെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം? ശ്രീഹരിനമ്പുരയുടെ വടക്ക് ഭാഗത്ത് നമുക്കൊരു ടോർട്ടോയ്സ് വയ്ക്കാം. ഈസ്റ്റിലാണെങ്കിലോ ഒരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം. ഗ്രീൻ ഡ്രാഗൺ എപ്പോഴും ഇപ്പോൾ ഉയർത്തി വെക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊരു 8 അടി ഹൈറ്റിലാണെങ്കിൽ ഗ്രീൻ ഡ്രാഗനെ നമുക്കൊരു 9 അടി ഹൈറ്റിൽ വെക്കാം. സൗത്തിൽ ഒരു ഫീനിക്സും വെക്കാം. വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗറും വെക്കാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ ഏതെങ്കിലും ദിക്ക് മലിനപ്പെട്ടു പോയിട്ടുണ്ടോ? മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ ഏത് വ്യക്തിയെ ബാധിക്കുന്നു, അദ്ദേഹത്തിന്റെ ഏത് സൗഭാഗ്യത്തെ ബാധിക്കുന്നു. അതിന് അവിടെ നമുക്ക് എന്ത് റെമഡി ചെയ്യാം? സ്വീകരണ മുറിയിൽ എന്ത് റെമഡി ചെയ്യാം? സിംബോളിക്കായിട്ട് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.